ബുദ്ധൻ പഠിപ്പിച്ച 4 മഹാസത്യങ്ങൾ ആധുനിക സൈക്കോളജിയുമായി അത്ഭുതകരമായി പൊരുത്തപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് ആ 4 മഹാസത്യങ്ങൾ? ഒന്നാമത്തേത് ദുഃഖം. ജീവിതത്തിൽ ദുഃഖം അനിവാര്യമാണ്. സൈക്കോളജിയും മനുഷ്യജീവിതത്തിൽ സമ്മർദ്ദം, വേദന, മാനസിക സംഘർഷം എന്നിവയെ പ്രധാന വിഷയങ്ങളായി കാണുന്നു. 2. ദുഃഖസമുദയം. ആഗ്രഹവും ആസക്തിയും ദുഃഖത്തിൻ്റെ കാരണമാണ്. സൈക്കോളജിയിൽ അനാരോഗ്യകരമായ ചിന്തകളും ബന്ധങ്ങളുമാണ് പല പ്രശ്നങ്ങളുടെയും മൂലകാരണം. 3. ദുഃഖനിരോധം. അതായത് ആസക്തി വിട്ടൊഴിഞ്ഞാൽ ദുഃഖം അവസാനിപ്പിക്കാം. ഇത് സൈക്കോളജിയിലെ ചിന്താമാറ്റം അഥവാ കോഗ്നിറ്റീവ് റിസ്ട്രക്ചറിങ് പോലെയാണ്. 4. മാർഗം. അഷ്ടാംഗിക മാർഗം ശരിയായ ചിന്ത, പ്രവൃത്തി, ധ്യാനം എന്നിവയിലൂടെ സമാധാനം നേടാനുള്ള പ്രായോഗിക മാർഗനിർദ്ദേശമാണ്. ബുദ്ധൻ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് മൈൻഡ്ഫുൾനെസ്. ഇപ്പോൾ നടക്കുന്ന നിമിഷത്തെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക എന്നത്. ഇന്നത് സൈക്കോളജിയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിളിന് പറയുവാണെങ്കിൽ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ തെറാപ്പി, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പി. അങ്ങനെ എന്താണ് മൈൻഡ്ഫുൾനെസ് പ്രായോഗികമായി ചെയ്യുന്നത്? ഉത്കണ്ഠയും വിഷാദവും കുറയ്ക്കുന്നു, വികാര നിയന്ത്രണം മെച്ചപ്പെടുത്തുന്നു, സ്വയംബോധം വർദ്ധിപ്പിക്കുന്നു. ഇത് ബുദ്ധൻ പഠിപ്പിച്ച വിപശ്യന ധ്യാനത്തിൻ്റെ ആധുനിക രൂപമാണ്. ബുദ്ധൻ പഠിപ്പിച്ച മറ്റൊരു പ്രധാന സിദ്ധാന്തമാണ് അനത്ത. സ്ഥിരമായ ഞാൻ എന്നത് ഇല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. സൈക്കോളജിയും സെൽഫ് കൺസെപ്റ്റ് എന്ന ആശയത്തിലൂടെ വ്യക്തിയുടെ തിരിച്ചറിവ് എങ്ങനെ രൂപപ്പെടുന്നു എന്ന് പഠിപ്പിക്കുന്നു. സ്വയംബോധം വളർത്തുക, നെഗറ്റീവ് ചിന്തകളെ ചോദ്യം ചെയ്യുക, മനസ്സിൽ ഇളവുള്ള തിരിച്ചറിവ് രൂപപ്പെടുത്തുക, ഇവ രണ്ടിൻ്റെയും ലക്ഷ്യങ്ങളാണ്. ബുദ്ധൻ്റെ ഉപദേശങ്ങളിൽ കരുണയ്ക്ക് മുഖ്യ സ്ഥാനം നൽകിയിരുന്നു. മനുഷ്യൻ്റെ മനസ്സിൽ കരുണ വളർത്തുന്നത് ആത്മസന്തോഷത്തിനും മാനസികാരോഗ്യത്തിനും അനിവാര്യമാണ്. ആധുനിക കമ്പാഷൻ ഫോക്കസ്ഡ് തെറാപ്പി പോലുള്ള ചികിത്സാ രീതികൾക്ക് ഇതിൽ നിന്നാണ് പ്രചോദനം നേടിയത്. ഇന്നത്തെ വേഗതയേറിയ സമ്മർദ്ദം നിറഞ്ഞ ലോകത്ത് ബുദ്ധൻ്റെ സന്ദേശം ഏറെ പ്രസക്തമാണ്. സ്വയം കുറ്റപ്പെടുത്തൽ ഒഴിവാക്കുക, ധ്യാനത്തിലൂടെ മനസ്സിനെ സമാധാനത്തിലാക്കുക, കരുണയും സഹനവും വളർത്തുക, നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള സൈക്കോളജിസ്റ്റുകളും മെഡിക്കൽ ശാസ്ത്രജ്ഞരും ബുദ്ധൻ്റെ ഉപദേശങ്ങളിൽ നിന്ന് പ്രചോദനം കണ്ടെത്തുന്നു. സൈക്കോളജി മനുഷ്യൻ്റെ ചിന്തയും പെരുമാറ്റവും പഠിക്കുന്നു. ബുദ്ധൻ്റെ ഉപദേശങ്ങൾ മനുഷ്യൻ്റെ മനസ്സിനെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു. ഇവ രണ്ടും മനുഷ്യൻ്റെ അന്തർമനസ്സ് മനസ്സിലാക്കാനുള്ള 2 വഴികൾ മാത്രമാണ്. ബുദ്ധനെ നമുക്കൊരു പുരാതന മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിലും കാണാം. അവസാനമായിട്ട് നമുക്ക് ബുദ്ധൻ്റെ ഒരു വാചകത്തോടു കൂടി നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. അതായത് ശാന്തി പുറത്തു നിന്നല്ല, ഉള്ളിൽ നിന്നാണ് വരുന്നത്. താങ്ക് യു ഫോർ ലിസണിങ്.